നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 562nd day. Today, Pradhama Skandha, 2nd chapter, 33rd ശ്ലോകം. For details, please read the description box. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 562 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 33ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 33ാമത്തെ ശ്ലോകം. അസോ ഗുണമയേർഭാവീർ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തി ഭൂതേഷു തദ്ഗുണാൻ. അസോ ഗുണമയേർഭാവീർ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഓം തത്സത്. ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ഭഗവാൻ തന്നെ ഓരോ സൃഷ്ടിയിലും പ്രവേശിച്ച് ചതുർവിധമായിട്ടുള്ള എല്ലാ സൃഷ്ടികളെയും, ആകാശാദി സൂക്ഷ്മഭൂതങ്ങളും മറ്റു സ്തോത്രാദികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയും ഗുണങ്ങളെയും മനസ്സ് എന്നിവയോട് കൂടിയിട്ടുള്ള നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സൃഷ്ടിയിലും 4 വിധ ചതുർവർണ്ണങ്ങൾ, സൃഷ്ടികൾ എന്ന് പറയും. എല്ലാറ്റിനെയും ചേർത്ത് ഇപ്രകാരമുള്ള ആ നാനാവിധത്തിലുള്ള സൃഷ്ടികളിലും ആ ഭഗവാൻ തന്നെ, ശ്രീഹരി തന്നെ പ്രവേശിച്ച് ആ ശ്രീഹരി തന്നെ സുഖഭോഗങ്ങളെ അനുഭവിപ്പിക്കുന്നു. സുഖമായാലും ദുഃഖങ്ങളായാലും എല്ലാം ആ ശ്രീഹരി തന്നെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഭുങ്ക്തെ എന്ന് പറഞ്ഞാൽ ഭുജിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്ന് അർത്ഥം. എല്ലാ ഭൂതഗണങ്ങളിലും സർവ ചരാചരങ്ങളിലും ജീവനുള്ളവയായാലും ജീവനില്ലാത്തവയായാലും അതിൻ്റെ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ആ ശ്രീഹരി തന്നെയാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. ശ്രീഹരി അല്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്തില്ല. എന്നാൽ ആ ശ്രീഹരി അതത് ജീവിവർഗങ്ങളെ അനുഭവിപ്പിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും ബന്ധമില്ലാത്തവനായി, അജ്ഞാനമില്ലാത്തവനായി, സർവത്തിനും സാക്ഷിയായിട്ടും ഭവിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. എല്ലാറ്റിലും എല്ലാം ഭഗവാനാണെങ്കിലും ഭഗവാൻ എല്ലാറ്റിൽ നിന്നും വേറിട്ടും നിൽക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. സ്വനിർമ്മിതേഷു എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ എല്ലാറ്റിനെയും നിർമ്മിക്കുന്നു. സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും സർവസ്വവും സൃഷ്ടിക്കുന്നത് ആ ഭഗവാൻ തന്നെ. ഒരു ചെറിയ കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും മനുഷ്യൻ്റെ കഴിവ് എത്ര, മനുഷ്യനല്ല എല്ലാറ്റിൻ്റെയും കഴിവ് എത്ര വളരെ ചെറുതാണ് എന്ന്. ഒരു രോമം ഉണ്ടാക്കാൻ പോലും പോകണമെങ്കിലും ഉണ്ടാകണമെങ്കിലും, ഒരു ഇല ചെടിയിൽ നിന്ന് വീഴണമെങ്കിലും, ഒരു ഇല ഉണ്ടാകണമെങ്കിലും എല്ലാം ആ അദൃശ്യ ശക്തിയുടെ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർവസ്വവും ആ ഭഗവാനാണ്. എന്നാൽ ആ സർവസ്വത്തിൽ നിന്നും ഭഗവാൻ വേറിട്ടും നിൽക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. അസോ ഗുണമയീർ ഭാവീർ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി സ്വനിർമ്മിതിഷ്ടു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. അവരവരുടെ ഗുണങ്ങളനുസരിച്ച് അവരവരെ ആ ഗുണങ്ങളുടെ ഫലം ഭുജിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ.
താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.